ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പുതിയ ഒരു ഡ്രൈവിംഗ് വിസ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ. അപ്പം നാട്ടിൽ ഞങ്ങൾ ആദ്യ സമയം വിസ വന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് അന്വേഷിച്ചു. ഇതുപോലെ എവിടെ ടെസ്റ്റ് അടിക്കുന്നത്, എറണാകുളത്തുണ്ടോ, പിന്നെ തിരുവനന്തപുരത്തുണ്ടോ. അപ്പം അങ്ങനെ ഒരുപാട് അന്വേഷിച്ച ശേഷമാണ് നമുക്ക് ഇത് രാജസ്ഥാനിലാണെന്ന് അറിയുന്നത്. അങ്ങനെ സൗദിയിൽ വരാനുള്ള ഹെവി ലൈസൻസിന് വേണ്ടി ടെസ്റ്റ് അടിക്കാൻ പോയത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ ഷിക്കാർ എന്ന് പറഞ്ഞത് അല്ലേ, അജ്മീർ രണ്ടിടത്തുണ്ട്. അങ്ങനെ രാജസ്ഥാനിൽ ഷിക്കാറിലും ഉണ്ട് അജ്മീറിലും ഉണ്ട്, 2 സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മൾ പോയത് ഷിക്കാറിലാണ് പോയത്. അവിടെ പോയി ടെസ്റ്റ് പാസ്സായ ശേഷമാണ് വിസ സ്റ്റാമ്പിങ്ങിലോട്ട് അല്ലേ. അത് കഴിഞ്ഞ് വെച്ചാൽ മതി, അതിന് മുന്നേ വെക്കാം. അതല്ല, ഇത് കഴിഞ്ഞിട്ട് വെക്കുന്നതാണ് നല്ലത്. സർട്ടിഫിക്കറ്റ് ടെസ്റ്റ് പാസ്സായ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ ഇത്ര പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇത് പാസ്സായിട്ട് പിന്നെ ആ പേയ്മെന്റ് വെറുതെ കളയണ്ടേ. ഇല്ല, എത്ര പേയ്മെന്റ്? 6000 സംതിങ് രൂപയാണ് അവിടെ ടെസ്റ്റിന് വേണ്ടി. ബയോമെട്രിക് ചെയ്യാൻ ആദ്യം നമുക്ക് പേപ്പർ വരുന്നില്ല, അത് നമ്മൾ ചെയ്യേണ്ട പേയ്മെന്റ് എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗം ടെസ്റ്റിന് കാണിക്കുന്നില്ല. ടെസ്റ്റിന്റെ അല്ല, അത് വലിയ വിഷയമില്ല. നമ്മൾ എറണാകുളത്തായിട്ടില്ല, എറണാകുളത്താവും. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്തിന് ഇതുവരെയും സർട്ടിഫിക്കറ്റ് വന്നിട്ട് പോലും അവിടെ പോയി ടെസ്റ്റ് അടിച്ച് സർട്ടിഫിക്കറ്റ് വന്നിട്ട് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പോയപ്പോൾ അത് ഓൺലൈനിൽ വന്നിട്ടില്ല. അവിടെ നിന്ന് അത് ഓൺലൈനിൽ അപ്ലോഡ് ആയെന്ന് കൺഫേം ചെയ്തിട്ടേ വരാം. ആ പുള്ളിയുടെ മെഡിക്കൽ എക്സ്പയർ ആയിപ്പോയി. എന്നിട്ട് പുള്ളി ഇതുവരെയും വന്നിട്ടില്ല, വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ സർട്ടിഫിക്കറ്റ് വന്നു, പക്ഷെ ഓൺലൈനിലില്ല. ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത ശേഷം മാത്രമേ അവിടെ വിട്ടു വരാൻ പാടുള്ളൂ. കൺഫർമേഷൻ നടത്തിയിട്ടേ വരാം. അവൻ വന്നിട്ടില്ല, മലപ്പുറം കാര്യം ഇതുവരെ വന്നിട്ടില്ല. പണിയായി, മെഡിക്കൽ എക്സ്പയർ ആയിപ്പോയി, വരാൻ പറ്റിയില്ല. പോകുന്നവരെല്ലാം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, വരിക. വാഗ്ദാനങ്ങൾ തന്ന ശമ്പളം കിട്ടുന്നുണ്ടെന്നും കൂടെ ഉറപ്പുവരുത്തുക. വാഗ്ദാനങ്ങൾ പലതും കിട്ടും, ഒരു കാര്യമില്ല. വാഗ്ദാനങ്ങൾ എത്ര രൂപ മുടക്കി? ടോട്ടൽ എത്ര? ഞാൻ ഫ്ലൈറ്റിന് പോയോണ്ട് ചാർജ് കൂടുതലാണ്. ഫ്ലൈറ്റിനെ പോകത്തുള്ളൂ, അതെടുക്കാൻ സമയനഷ്ടം, സമയം ലാഭം ഫ്ലൈറ്റാണ്. ഒരാൾക്ക് അന്ന് 9 രൂപ ആവും. ഒരാൾ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ 18 രൂപ ആവും ഫ്ലൈറ്റ്. ട്രെയിനാകുമ്പോൾ അതിന് പകുതി ആകത്തുള്ളൂ. പക്ഷെ 2-3 ദിവസം പിടിക്കും അവിടെ ചെല്ലാൻ. ഫ്ലൈറ്റിന് പോയാൽ ഒരു ദിവസം കൊണ്ട് അവിടെ എത്തും. പിറ്റേന്ന് അപ്പോയിൻമെന്റ് എടുക്കാം. അടുത്ത ദിവസം ഡേറ്റ് കിട്ടുവാണെങ്കിൽ ആ ഡേറ്റിൽ നമുക്ക് ടെസ്റ്റ് അടിക്കാം. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് വീട്ടിൽ വരാം. പക്ഷെ അത്രയും പൈസ ഇവിടെ കിട്ടുന്നൊന്നും നോക്കണം. നമ്മൾ നാട്ടിൽ ഇത്ര പൈസ മുടക്കുന്ന അനുസരിച്ചുള്ള ശമ്പളം ഇവിടെ കയറി വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ആരും വരരുത്. അതിനനുസരിച്ചുള്ള എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടും കാര്യമുള്ളൂ. അപ്പോൾ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി എന്തെങ്കിലും സംശയം, നാട്ടിൽ നിന്ന് ഇപ്പം സൗദിയിൽ നിന്ന് വിസ വന്ന് ഇതിൻ്റെ ടെസ്റ്റിന് എവിടെ പോകണം, ഇതിനെന്ത് ചെയ്യണം, പ്രധാനമായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് വിസയ്ക്ക്, ഡ്രൈവറിൻ്റെ വിസയ്ക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, എവിടെ പോകണം, ടെസ്റ്റ് അടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടവർ നമ്മുടെ വീഡിയോയുടെ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ലൈവ് എൻഡായി കഴിഞ്ഞാൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനുശേഷം അതിൽ കമൻ്റ് അടിക്കുക. കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമ്മൾ അത് കൊടുക്കും. സംശയങ്ങൾ ഞങ്ങൾ തീർത്ത് തരും ഇൻഷാ അല്ലാഹ്. ബൈ. അത് അടുത്ത് വരും. ഓക്കെ, അപ്പം നമ്മൾ അപ്പോൾ കുക്കറിൽ സാധനം വെച്ചേക്കുന്നത് പോയി നോക്കട്ടെ. ടെസ്റ്റ് ലക്നൗ, ജയ്പൂർ, ബാംഗ്ലൂർ, ചെന്നൈ. അപ്പം പോട്ടെ.